ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മീൻ പിടിക്കാനാണ് പോകുന്നത് ഗേസ്. അങ്ങനെ നമ്മൾ റോമ്പറംപോയിൽ എത്തിയിട്ടുണ്ട് ഗേസ്. നമ്മൾ മീനിനുള്ള തീറ്റ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ നമ്മൾ തീറ്റക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മൈദ, അതുപോലെ തന്നെ ബെല്ലറ്റ്, അതേപോലെ തന്നെ മറ്റേ പൈനാപ്പിളിൻ്റെ എസൻസ് ഇത് മൂന്നും കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലവർ ചെമ്മീൻ പൊടിയൊക്കെ ഇടുന്നതാണ്, പലരും പല രീതിയിലാണ്. നമ്മളിന്ന് യൂസ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ പൈനാപ്പിളിൻ്റെ എസൻസാണ് ഈ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗേസ് നമുക്കങ്ങനെ തീറ്റയൊക്കെ റെഡിയാക്കി മീൻ പിടുത്തം നമുക്ക് ആരംഭിക്കാം. എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. അത്യാവശ്യം വെള്ളം നല്ല കലക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, എന്താ അവസ്ഥ അറിയില്ല. ഭയങ്കര ചളിയൊക്കെയാണ് ഈ ഇറങ്ങുന്ന സ്ഥലത്ത്. മഴ വന്ന് വെള്ളം മൂടി കാലൊക്കെ ആകെ താന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മീൻ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ബാബുവിനാണ് മീൻ കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് മീൻ. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ നമ്മളെ തീറ്റയൊക്കെ റെഡിയാണ്. കണ്ടില്ല ഗൈസ്, നല്ല കലക്കാണ് വെള്ളം. ഇപ്പോൾ 2 ദിവസം മുമ്പായിട്ട് ഇവർ മീൻ പിടിക്കാൻ വന്നിരുന്നു, നമുക്ക് പോരാൻ പറ്റിയില്ല. കരിമീനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു. ഇന്ന് നമ്മൾ പുഴയിലോട്ട് വന്നപ്പോൾ നല്ല വെള്ളം. ഇപ്പോൾ ഗസ്റ്റ് ചൂണ്ടൽ കൊത്തുന്നുണ്ട് ചെറുങ്ങനെ. പന്ത് നമ്മൾ കൊത്തുമ്പോൾ താവുന്ന ടൈമിൽ നമ്മൾ വലിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ നമുക്ക് 2 ചൂണ്ട കൊളുത്തുണ്ട് ഒരു ചൂണ്ടൽമേ. അങ്ങനെ 2 മീൻ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ, സൽമാൻ, ബാബു, നമ്മളെ പ്രകാശ്, അതുപോലെ തന്നെ ഷിബു, ഞങ്ങൾ ഒക്കെയാണ് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ എന്തായാലും അടിപൊളിയാവുന്നുണ്ട്. എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വെള്ളം നല്ലോണം കരക്ക് കയറിയത് കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുഴ വക്കത്തൊക്കെ വരുമ്പോൾ ഈ കാര്യമൊക്കെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ യൂസ് ചെയ്താൽ മതി. സാധാ വെളിച്ചെണ്ണ അങ്ങനത്തെ വരക്കത്തെ എണ്ണകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ കടി നമ്മൾ പോയാവുന്നതാണ്. വണ്ടിയിൽ ഒരുപാട് കരയത്ത് വെള്ളം കയറിയിട്ട് നമുക്ക് നിൽക്കാൻ പോലും പറ്റും.